കൂട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മഹേഷ് ഒരു കമ്പനിയിൽ നിന്ന് വന്ന ഉടനെ മനസ്സിനെ ആ കാര്യം പറഞ്ഞു കൊടുക്കുവാണ്. ഇഷിത എന്റെ കർണം പോയിച്ചു, ആ കാര്യത്തെക്കുറിച്ചെല്ലാം പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വർ വാഷിതയോട് ചോദിച്ചു, സത്യമാണോ ആഷു കേൾക്കണേന്ന് ചോദിക്കാം. അതെ, ഇഷിത തല്ലിന്ന് പറയണേ. എന്തിനാ അവൾ എന്തിനാ എന്റെ അമ്മേനെ തല്ലിയത്? അതിനുള്ള അഹങ്കാരം അവൾക്കുണ്ടോ? അതിനുള്ള എന്ത് യോഗ്യത അവൾക്കുള്ളത്? എന്റെ അമ്മേനെ തല്ലാൻ മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ചൂടാവുകയാണ്. ആ സമയം ആഷിത് പറഞ്ഞു, മനഃപൂർവ്വം അല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമല്ലെന്ന് പറഞ്ഞു. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതല്ല, അവിടെ ഫംഗ്ഷൻ, വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇഷിതയുടെ ഉള്ളിൽ അറിയാതെ മദ്യം ചെന്നിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടോ മനസ്സിന് പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയുന്ന മോനെ, അവള് മനഃപൂർവ്വം അത് ക്രിയേറ്റ് ചെയ്താന്ന് പറയണം. അല്ല ഈശ്വരേട്ടാ, അവളുടെ വീട്ടിൽ അവളുടെ അമ്മായിമ്മ എടുത്തങ്ങോട്ട് മദ്യം മാറ്റി വെച്ചിരുന്ന അതെടുത്ത് കുടിച്ചതോ. അത് കുടിച്ചപ്പോ അവൾക്ക് ബോധമില്ലാതെ വന്ന് ഇനിയിപ്പോ അവൾ അറിയാതെ ചെയ്തു പോയ കാര്യമാണെന്ന് പറയാ. ഇത് കേട്ടതും ഈശ്വർ പറഞ്ഞു, ഓ അതാണോ അമ്മേ കാര്യം? അവൾ അറിയില്ലാതെ ചെയ്തല്ലേ നിൽക്കും. അതേടാ, ഇപ്പൊ നീ ഇനിയിപ്പൊ ഇവളുടെ ഭക്ഷണം ചേർന്നോന്ന് പറയും. ഞാൻ ഭക്ഷണം ചേർന്നൊന്നും അല്ല, ഉള്ള കാര്യം പറഞ്ഞല്ലേ. അവൾ ബോധമില്ലാതെ ചെയ്തല്ലേ, മനഃപൂർവ്വം ചെയ്തല്ലോ. അങ്ങനെ ഒരിക്കലും ഇഷിത ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടെന്ന് ചോദിക്കാം. അവള് ചെയ്യത്തില്ല പോലും. അവൾ എന്നെ അടിച്ചു കൊല്ലാനായിട്ടാ നോക്കിയത്. എന്നിട്ട് നീ നിന്റെ ഭാര്യയുടെ അനീതിയുടെ ഒപ്പം നിൽക്കുമല്ലേ? എനിക്കറിയാം, എനിക്കൊരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആരും എന്റെ കൂടെ നിൽക്കില്ലാന്ന്. ആ സമയം ഈശ്വര പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് ചെയ്താണ് കുഴപ്പമില്ലമ്മേ, അറിയാതെ ചെയ്ത തെറ്റുകൾ നമ്മൾ അങ്ങോട്ട് പുറത്തു വിടുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കാം. ആഷിത്ത് പറഞ്ഞു, അത് ശരിയാ ഈശ്വരേട്ടാ എന്ന് പറയണം. ഇനി അത് അവൾ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ നോക്കിക്കോളും. അമ്മ അതിനാണോ ഇത്ര ടെൻഷൻ അടിച്ചിരിക്കണമെന്ന് ചോദിക്കും. ഇത് കേട്ടോ മനസ്സിനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. മനസ്സിനിക്ക് മനസ്സിലായി തന്റെ മോൻ പോലും തന്നോടൊപ്പം നിൽക്കുന്നില്ല എന്ന്. പിന്നീട് ചവിട്ടി കുലിക്കാൻ അങ്ങോട്ട് മനസ്സിന് കയറി പോവാണ്. ആ സമയം ആഷിതയോട് മഹേശ്വർ പറഞ്ഞു, എന്തായാലും അവൾ ചെയ്ത മോശമായിട്ടുള്ള കാര്യമായിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ ഈശ്വരേട്ടാ, മനഃപൂർവ്വം ചെയ്തല്ലെന്നുള്ള കാര്യം. പക്ഷെ അമ്മയ്ക്ക് അതിന്റെ പേര് നല്ല കട്ട കലിപ്പുണ്ടെന്ന് തോന്നേ. ആ ദേഷ്യം അമ്മ ഇപ്പൊ എന്നോട് തീർക്കുന്നേ. കാരണം എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ പോലും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയാം. സാരില്ല, കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, അമ്മയുടെ മനസ്സ് പിന്നെ മാറിക്കോളും, എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറയാ. കല്യാണത്തിന് വേണ്ടിയിട്ട് അമ്മ അങ്ങോട്ടേക്ക് വന്ന് സഹായിക്കുകയെല്ലാം ചെയ്തല്ലേ. അപ്പൊ അധിക ദിവസമൊന്നും അമ്മയുടെ മനസ്സിലാ ആ വിദ്വേഷമൊന്നും കാണത്തില്ലായിരിക്കും എന്ന് പറയാ. പക്ഷെ ഇവർക്ക് അറിയത്തില്ലോ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ആ മനസ്സിനെ അങ്ങോട്ടേക്ക് വന്നെന്നുള്ള കാര്യം. ഈ സമയം ആകാശും രചനയും കൂടെ ആദിത്യനെ വെച്ചൊരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ മഹേഷ് അവനാണ് ലക്ഷ്യം, അവനിട്ടുള്ള ആദ്യത്തെ അടി തന്നെ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ആകാശ് എന്ത് ചെയ്യണം, മഹേഷ് നമ്പറിലേക്ക് വിളിക്കണം. ആദ്യം മഹേഷ് കോൾ എടുത്തില്ല, പിന്നീട് വിളിച്ചും പിന്നെ കോൾ എടുത്തു. എന്താ ആകാശ്, എന്താ കാര്യം ചോദിക്കുക. അതെ, നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയണം. സർപ്രൈസ് ഗിഫ്റ്റോ? അതെ, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത. നീ ആരാന്നാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ചിപ്പി ഞങ്ങൾ സ്വന്തമായി കഴിഞ്ഞാൽ നീ ആ ലോകം പിടിച്ചടയ്ക്കുന്ന ഒരു ചിന്തനം മനസ്സിലുണ്ടാവും. അധികം വൈകാതെ നിന്റെ സിഇഒ പദവി പോവും. അത് നീ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ? അത് ഒന്നാമത്തെ അടി. രണ്ടാമത്തെ അടിയാണ് നിന്റെ മകൻ ആദിത്യൻ എന്ന് പറയാ. അവനിവിടെ വന്നിട്ടുണ്ട്, ആദിത്യം വന്നിട്ടുണ്ട്, നിനക്കറിയാലോ. അവനിപ്പോ എന്റെയും രചനയോടും കൂടെയാ. ഇനി അവനെ ഞാൻ അഡ്മിഷൻ വാങ്ങി ഇങ്ങോട്ടേക്ക് ചേർക്കാനായിട്ട് പോവാ. അവൻ ഇവിടെ നിന്നായിരിക്കും പോകുന്നത്. നിന്റെ ഏറ്റവും വലിയ നമ്പർ 1 ശത്രു ഇനി മുതൽ അവനായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും മഹേഷിന്റെ നിമിഷം ഞെട്ടി. എന്താടാ ഒന്നും മിണ്ടാത്തെ? നിനക്ക് അവനോട് സംസാരിക്കണമെന്നുണ്ടോ? ഞാൻ ഫോൺ കൊടുക്കാം, നീ സംസാരിക്കാൻ പറയണം. അങ്ങനെ ആദിത്യന്റെ അടുത്തേക്ക് ആകാശ് ഫോൺ എടുത്ത് ചെന്നിട്ട് മോനെ, നിന്റെ ഡാഡി വിളിക്കണം എന്ന് പറയും. അയാൾ എന്തിനാ എന്നെ വിളിക്കണേ? മോൻ എന്തായാലും 2 കോൾ സംസാരിക്കാൻ പറയും. എനിക്ക് വേണ്ട, സംസാരിക്കണം എന്ന് പറയും. അങ്ങനെ പറയരുത് മോനെ, സംസാരിക്കാൻ പറയണം. പിന്നീട് അവൻ ഫോൺ മേടിച്ചു, ആദ്യത്തെ ഫോൺ മേടിച്ചു, ഹലോ പറഞ്ഞു. അപ്പത്തേനും മഹേഷിച്ചു, മോനെന്ന് വിളിക്കണം. മോനോ? ആരുടെ മോനോ? ഇങ്ങനെയൊന്നും പറയല്ലേടാ. എനിക്ക് നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്ന പോലെ ഇഷ്ടമില്ല എന്ന് പറയാ. മോനെ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ നിന്നെ ഡാഡിയല്ലേ നിൽക്കും. ഡാഡി മേലിൽ ഈ ഫോണിലേക്ക് വിളിച്ചേക്കരുത്, ഡാഡിയാ മമ്മിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല, ഞങ്ങൾ നിങ്ങളെ അത്രയ്ക്ക് വെറുക്കുന്നുണ്ട്. ഞാനിപ്പം ജീവിച്ചിരിക്കുന്ന പോലും നിങ്ങളോടുള്ള പ്രതികാരം ചെയ്യാനാ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം മഹേഷിന് ഒട്ടും സഹിച്ചില്ല. കാരണം അവന് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അവന്റെ വായന്നാണ് ഇത്രയൊക്കെ വാചകങ്ങൾ വരുന്നത്. ഇതിന് പിന്നിൽ രചനയും ആകാശം വന്ന മഹേഷിന് മനസ്സിലായി. പിന്നീട് പറഞ്ഞു, എന്റെ കൺമുന്നിൽ പോലും നിങ്ങളെ കണ്ടുപോയേക്കരുത്. ഡാഡിയാന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നാണ്ടല്ലോ, ഞാൻ സഹിക്കത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മുമ്പ് നിങ്ങൾക്ക് കിട്ടിയില്ല, ശിക്ഷ കിട്ടേണ്ടതായിരുന്നു അന്ന്. പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടു പോയി. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. എന്നെ ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കും. എന്റെ അമ്മയുടെ അടുത്ത് നടത്തുന്ന വേലത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ടെന്നൊക്കെ പറയണം. അവൻ ഇത്രയൊക്കെ പറയുന്ന ഒരിക്കലും മഹേഷ് പ്രതീക്ഷിച്ച കാര്യമില്ല. അങ്ങനെ മഹേഷ് അവിടെ ഫോണും പിടിച്ചോണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കണ സമയത്ത് ആകാശ് ഫോണും കൂടെ മേടിക്കണം. കേട്ടില്ല നിന്റെ മോൻ പറഞ്ഞേ? ഇപ്പൊ നിനക്ക് സമാധാനമായോ? ചിപ്പിനെ സ്വന്തമാക്കിയതുപോലെ ഇവനെ സ്വന്തമാക്കുന്ന നിന്റെ മനസ്സിൽ എന്തെങ്കിലും വ്യാമോഹം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്ത് മായച്ചു കളഞ്ഞാലേ.
അതൊരിക്കലും നടക്കാൻ പോലില്ല. ഇവനെ വെച്ചാണ് ഞാൻ ഇനി കളിക്കാൻ പോകുന്നത്. ഞാൻ നിനക്ക് വേണ്ടി കെണിയൊരുക്കുന്ന ഇവനെ വെച്ചായിരിക്കും എന്ന് പറയാം. നീ വരും, എന്റെ കാൽച്ചൂട്ടിലേക്ക് വരും. അങ്ങനെ നിന്നെ എനിക്ക് വരുത്തണം ഇവിടെ എന്ന് പറയാം. അതൊക്കെ കൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനെ പറ്റി എന്ത് ചെയ്യണം നടത്തില്ല. പലത്തിനും വെപ്രാളമൊക്കെ ആയിപ്പോയി. ഒരുപക്ഷെ ആദ്യത്തിനെ വെച്ച് ഇവൻ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അത്ര താഴ്ന്ന രീതിയിലുള്ള കളിയേ കളിക്കുള്ളൂ. അപ്പൊ തന്റെ മോൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് പോലും മഹേഷ് ഒരു നിമിഷം പേടിച്ചു പോയാണ്. അവന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തനിക്ക് അങ്ങനെയല്ല. തന്റെ സ്വന്തം ചോരയാണ്. പിന്നീട് മഹേഷ് ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് വീട്ടിലേക്ക് വന്ന് കയറുന്നേ. അങ്ങനെ വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ഉണ്ടായിരുന്നു. ഇഷിത ചോദിച്ചു, എന്ത് പറ്റി, മുഖം എന്താ വല്ല കടന്നൽ കുത്തിയ പോലെ? ഒന്നുമില്ല എന്ന് പറയാണ്. പിന്നീട് മഹേഷ് ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വട്ടേന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഇഷിത നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ ഭിത്തിയിലിരിക്കുന്ന ക്ലോക്ക്, അപ്പൊ അതിനകത്ത് ബാറ്ററിയൊക്കെ തീർന്നത് ഓടുന്നില്ല. ഓഹോ, ഇത്രയും നാളെ ഒരു ബാറ്ററി മേടിച്ചിട്ട് അതൊന്ന് നേരാൻ വേണ്ട ഒന്ന് നോക്കി ഒന്ന് ഓടിക്കാനൊന്നും പറ്റില്ല. സമയം പോലും നോക്കണമെങ്കിൽ ആ ചത്തിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കണം. പിന്നീട് ഇഷിത പറയും, എന്ത് ചെയ്യാനാ, ലോകത്തിന്റെ സ്പന്ദനം മൊത്തം നിന്നിലൂടെ അറിയണേ, ലോകത്തിന്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം. പക്ഷേ എങ്കിൽ നീ ഇവിടെ ചത്തിരിക്കുന്ന കാര്യം ഇവിടെ മറ്റുള്ളവരുണ്ടോ അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സ്വയം സംസാരിക്കുകയാണ്. ഇത് കേട്ടോണ്ടാണ് മഹേഷ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നീ എന്താ ഇഷിതേ തന്നെ സംസാരിക്കണം നിൽക്കും. എങ്ങനെ സംസാരിക്കായിരിക്കും? ഈ ക്ലോക്കിന് ബാറ്റ് ഇടുന്നത് ഇനി ഇരിക്കാൻ തുടങ്ങിയിട്ട് കണ്ടില്ലേ? അതിനൊക്കെ എന്റെ കൈ കൂടണമെന്ന് ചോദിക്കോ? ഓ, അതാണ് വലിയ കാര്യം. അതിപ്പോ നിനക്ക് എന്താ ശരിയാക്കിയാലോ? ഞാൻ ശരിയാക്കിയോളാം. എനിക്കറിയാം ഒരു ക്ലോക്കിന്റെ ബാറ്ററി മാറിയിടാനും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന. അതിനിപ്പം CEO മഹേഷ് ചന്ദ്രന്റെ ആവശ്യമില്ലെന്ന് പറയാം. ആയിക്കോട്ടെ, ആവശ്യമില്ല, നീ തന്നെ ചെയ്തോളാൻ പറയണം. അങ്ങനെ ഇഷിത എന്ത് ചെയ്യണം, ആ ക്ലോക്കിന്റെ ബാറ്ററി മാറിയിടാനായിട്ട് ആ ക്ലോക്ക് എടുക്കാനായിട്ട് അങ്ങോട്ട് കയറുകയാണ്. അങ്ങനെ ക്ലോക്ക് എടുക്കാനായിട്ട് അങ്ങോട്ട് കയറിയിട്ട് തിരിച്ചങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് കാല് തെറ്റി ഇഷിത താഴേക്ക് വീഴുന്നത്. കൃത്യസമയത്തിന് മഹേഷ് കയറി ഇഷിതാനെ ചാടി കയറി പിടിക്കണം. ഇല്ലായിരുന്നെങ്കിൽ ഇഷിത നടുവും തല്ലി താഴെ കിടന്നേനും. ഒരു നിമിഷം മഹേഷിന്റെ കൈകളിലേക്ക് ഇഷിത ഒന്ന് വീണ് കഴിഞ്ഞപ്പം അവർ രണ്ടുപേരും കണ്ണുകൾ തമ്മിൽ കൂട്ടുമുട്ടി. ആദ്യമായിട്ടാണ് കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഇത്ര അടുത്ത് ഇടപഴകുന്നത്. നെഞ്ചോട് ചേർത്ത് ഇഷിതേനെ മഹേഷ് പിടിക്കുകയാണ്. ഒരു നിമിഷം ഇഷിത മഹേഷിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയാണ്. എന്തൊക്കെ ഒരു ഫീലിങ്സ് ഇഷിതയ്ക്ക് ഉണ്ടായി. പെട്ടെന്ന് ഇഷിത അങ്ങ് തെന്നി മാറിയിട്ട് പറഞ്ഞു, അതെ, നമ്മൾ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്, അത് ഓർമ്മ വേണമെന്ന് പറയാം. എനിക്കറിയാം, ആ എഗ്രിമെന്റിനെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാം. ഞാൻ പിന്നെ ഈ ക്ലോക്ക് ഒന്ന് ശരിയാക്കി വെക്കാനായിട്ട് മനസ്സിലായി. അറിയാൻ പറ്റുന്ന പണി ചെയ്താൽ പോരെ. വയ്യാത്ത പട്ടി കയ്യാല കയറുന്ന പോലെ ഇങ്ങനെ കയറേണ്ട കാര്യമുണ്ടോ? അതല്ല ഇപ്പൊ താഴെ വീണെന്ന് ചോദിക്കോ? ഓ, എനിക്കറിയാം ക്ലോക്കിന്റെ ബാറ്ററി ഒക്കെ മാറ്റി വെക്കാനായിട്ട്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇങ്ങനെയായിരിക്കും ചെയ്യുന്നേ. കസേരയുടെ മോളിൽ കയറിട്ട് താഴേക്ക് തലം കുത്തി വീഴാനായിട്ട്. നല്ല കഥയായിപ്പോയി. ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാരും കൂടെ പറയും ഞാൻ എന്തെങ്കിലും ചെയ്താന്നാ പറയുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ലെന്ന് പറയാം. ആരെ കണ്ടു പറയത്തില്ലാന്ന് എന്ന് പറയണം. പിന്നീട് ഇഷിത എന്ത് ചെയ്യണം, പുതിയ ബാറ്ററിയൊക്കെ ഇട്ട് ആ ക്ലോക്കൊക്കെ ഒന്ന് ഓടിക്കണം. പിന്നീട് ഇഷിത പറഞ്ഞു, മനുഷ്യന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാന്ന് പറയണം. എങ്ങനെ? ഇപ്പൊ കണ്ടില്ലേ, ഈ ക്ലോക്കിന്റെ കാര്യം പോലെ തന്നെയാ മനുഷ്യന്റെ കാര്യം. എപ്പോഴേത് സമയം നിലച്ചു പോണേന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് പോയി കഴിയുമ്പോൾ മഹേഷ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഒരു പക്ഷേങ്കിൽ ആദ്യത്തെ ഇവിടെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിപ്പിമോളെ കാണും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. ചിപ്പിമോൾക്ക് അറിയത്തില്ല ഇപ്പോഴും അവൾക്കൊരു ചേട്ടനുണ്ടെന്നുള്ള കാര്യം. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അതിനേക്കാൾ ഉപരി ഇഷിതയുടെ എന്തായിരിക്കും എന്നൊരു ചിന്ത വരും. ഇഷിതയോട് ഇനി കാര്യങ്ങളൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല. അവസാനം ഇഷിതയോട് പറയാൻ തന്നെ തീരുമാനിക്കുക. വൈകുന്നേരം ഇഷിത മുറിയിലേക്ക് വരുന്ന സമയത്ത് മഹേഷ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും വലിയ ആലോചനയാണോ, എന്നോട് പറയാൻ പറ്റുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. അവസാനം മഹേഷ് പറഞ്ഞു, അതെ, ഞാൻ പറയാതിരുന്നിട്ട് കാര്യമില്ല, എപ്പോഴാണെങ്കിലും പറയണമല്ലോ, അതുകൊണ്ടാന്ന് പറയും. അല്ല, കാര്യം എന്താന്ന് പറ. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്. ഇഷിത ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമെന്ന് പറയണ. കാര്യം പറഞ്ഞാലേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയാം. അത് പിന്നെ ചിപ്പിമോൾക്ക് ഒരു ചേട്ടനും കൂടെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടത് ഇഷിത ഞെട്ടി. ചേട്ടനോ? അതെ, ഒരു ചേട്ടനും കൂടെ ഉണ്ട്. ആദ്യത്തിന് അവന്റെ പേരെന്ന് പറയണം. ഇഷിത ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്ന വെറുതെ കള്ളത്തരം പറയുന്നതാ. പിന്നീടാണ് ഇഷിത ആ സത്യങ്ങളൊക്കെ അറിയണേ. ആദിത്യൻ ചേട്ടനാണ് അവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ഇഷിത നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.